ഇറാനുമായുള്ള സംഘർഷത്തിൽ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനയുമായി ചർച്ച നടത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാവും എന്നുള്ളതാണ് ഇത് അറിയിച്ചത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ അത്തരത്തിലൊരു ചർച്ചയിലേക്കൊക്കെ ട്രംപ് തയ്യാറെടുക്കാനുള്ള സാഹചര്യം എന്താണ്? മുൻപ് ഭീഷണിയായിരുന്നല്ലോ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. ഇത് ഭീഷണിയുടെ ഭാഗം തന്നെയാണ് പ്രവിധ. ഈ മാർക്കോ റൂബിയോ സ്റ്റേറ്റ് സെക്രട്ടറി നൽകിയ ഒരു അഭിമുഖത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ഈ ഞങ്ങള് യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ വലിയ രീതിയിൽ നിൽക്കുകയല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന്റെ ഭാഗമായിട്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനിയായിട്ട് പോലും ചർച്ചയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാവും എന്നാണ് രണ്ടാമനായിട്ടുള്ള സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ പോയി സംസാരിക്കുമെന്നല്ല, ഇനി അഥവാ ട്രംപ് തയ്യാറായാലും ഒരു തരത്തിലും ആയത്തുള്ള ഖമനായി തയ്യാറാവില്ല. അദ്ദേഹം ബങ്കറിൽ ഒളിവിലാണ്, അദ്ദേഹത്തെ കൊല്ലാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു തരത്തിലുള്ള അമേരിക്കയുടെ ഇതിലും അവർ വീഴാൻ സാധ്യതയില്ല. എന്ന് മാത്രമല്ല, ഈ രണ്ടാമത്തെ യുദ്ധക്കപ്പൽ, വിമാനവാഹിനി യുദ്ധക്കപ്പൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ കിടക്കുന്നത് വെനിൻസുവേലയിലാണ്. വെനിൻസുവേലയിൽ അവിടുത്തെ പ്രസിഡന്റിനെയും ഭരണവും പിടിക്കാൻ വേണ്ടിയാണ് അന്ന് 10 യുദ്ധക്കപ്പലുമായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ USS ജെറാൾഡ് ഫോർഡ് അവിടെ പോയത്. 75 വിമാനങ്ങളുമായി, യുദ്ധവിമാനങ്ങളും, അതായത് ലേറ്റസ്റ്റ് ആണ്, F-35C എന്ന അടക്കമുള്ള യുദ്ധവിമാനങ്ങളും ബങ്കർ ബസ്റ്റർ ബോംബുകളുമായിട്ട് അത് ഇറാൻ തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 3-4 ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തുമെന്നാണ് റിപ്പോർട്ട്. അതിനു മുമ്പ് തന്നെ USS ആബ്രഹാം ലിങ്കൻ ഉണ്ട്. അതുകൊണ്ട് പശ്ചിമേഷ്യയിൽ വലിയ ആശങ്ക പടരുകയാണ്. എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലാണ്. കാരണം ട്രംപിനെ വിശ്വസിക്കാനും വയ്യ, വിശ്വസിക്കാതിരിക്കാനും വയ്യ. ജനീവയിൽ അടുത്ത ദിവസങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ട്. ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ. അത് വിജയിച്ചില്ലെങ്കിൽ എന്തും ചെയ്യുമെന്നുള്ള ഇതിലാണ് ട്രംപ് നിൽക്കുന്നത്. ട്രംപ് വെനിൻസുവേലയിലൊക്കെ കാട്ടിക്കൂട്ടിയത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. എന്ന് മാത്രമല്ല, ഇസ്രായേൽ വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് അമേരിക്ക ഇറങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് കയറി ആക്രമിക്കുമെന്നാണ് പറയുന്നത്. കാരണം അവിടെ ബാലിസ്റ്റിക് മിസൈല് ആയിരക്കണക്കിന് ഉണ്ടാക്കി കൂട്ടുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇതൊരു വല്ലാത്ത തരത്തിൽ പശ്ചിമേഷ്യയിൽ ആശങ്ക ഉരുണ്ടുകൂടിയാണ്. ഒപ്പം തന്നെ നമ്മുടെ ഉപഭൂഖണ്ഡത്തിലും വലിയ ഇത് നടക്കുന്നത്. ബംഗ്ലാദേശിൽ പുതിയ പ്രധാനമന്ത്രിയായി താരിഖ് റഹ്മാൻ അധികാരമേൽക്കുകയാണ്. ചൊവ്വാഴ്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണം വന്നിട്ടുണ്ട്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം ഇച്ചിരി വഷളായിരിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി പങ്കെടുക്കുമോ എന്നുള്ളതിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നു. പക്ഷെ അന്ന് തന്നെയാണ് ഫ്രഞ്ചിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിൽ വരുന്നത്. അദ്ദേഹവുമായി ചർച്ചയുണ്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രി പങ്കെടുക്കാനുള്ള സാധ്യത കുറവാണ്. പകരം ചിലപ്പോൾ വൈസ് പ്രസിഡന്റോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കറൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഷെയ്ഖ് ഹസീന ഇപ്പോഴും രാഷ്ട്രീയ അഭയം തേടി ഇന്ത്യയിലുണ്ട്. അവർ വിട്ടുകൊടുക്കണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നു. ഇതായിരിക്കും ഒരു കീറാമുട്ടിയായിട്ട് വരാൻ പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് രാഷ്ട്രീയ സംഭവവികാസങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വളരെ കൗതുകരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഉത്തര കൊറിയയിലെ കിം ജോങ് ഉൻ ഭരണാധികാരിയാണ്. അദ്ദേഹം എന്നും വാർത്തയാണ്. അദ്ദേഹത്തിന് 13-കാരിയായിട്ടുള്ള മകളെ തൻ്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ചു എന്ന വാർത്ത കൂടി ഇതോടൊപ്പം വരുന്നുണ്ട്. സ്മിത, പ്രവിധ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.